Hello everyone. Welcome to yet another session of School to IIM's topic introduction. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാരാജംബിൾസ് ആണ്. പാരാജംബിൾസ് അത്രയും ഫെമിലിയർ അല്ലാത്തൊരു ടോപ്പിക് അല്ല. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. റൈറ്റ്. ഓക്കെ. സോ +2 കഴിഞ്ഞ് ബിസിനസ് രംഗത്തേക്ക് താല്പര്യമുള്ള കുട്ടികൾ ഉറ്റുനോക്കുന്നൊരു കോഴ്സാണ് MBA എന്ന് പറയുന്നത്. ആൻഡ് അതും ഇന്ത്യയിലെ ഫേമസ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് തന്നെ ആയാലോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ അങ്ങനെ ഒരു ഡ്രീം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി IPMAT, JIPMAT പോലുള്ള എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യയിലെ പ്രമുഖ IIMകളായിട്ടുള്ള മെയിൻ 5 IIMകളിലേക്കായിട്ട് 3 എൻട്രൻസ് ടെസ്റ്റുകളാണ് നടത്തുന്നത്. IPMAT ഇൻഡോർ, IPMAT റോഹ്തക് ആൻഡ് JIPMAT. സോ ഈ 3 ടെസ്റ്റുകൾ ഏതെങ്കിലും നന്നായിട്ട് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഡ്രീം IIMകളിലേക്ക് നിങ്ങൾക്കൊരു സീറ്റ് സെക്വയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഏതൊരു എക്സാമിൻ്റെ പ്രിപ്പറേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് അല്ലേ? സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാഫ് ജോബ് ഇസ് ഡൺ എന്നാണ്. റൈറ്റ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് സെക്ഷനായിട്ടുള്ള വെർബൽ എബിലിറ്റിയുടെ ഓരോ സബ് ടോപ്പിക്സിനും ഇങ്ങനെ ചെറിയ ചെറിയ ഇൻട്രൊഡക്ഷൻ സെഗ്മെൻറ്റ്സ് ചെയ്യുന്നത്. സോ ദാറ്റ് യു വിൽ ഹാവ് ആൻ outline of what the syllabus of IPMAT and JIPMAT will look like. Right. അപ്പം നമുക്ക് പാരാജംബിൾസ് എന്താണ് എന്ന് നോക്കാം. പാരാജംബിൾ ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ നോൺ ആസ് സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജംബിൾഡ് ആയിട്ട് കിടക്കുന്നത് യു ഹാവ് ടു അറേഞ്ച്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. In these questions, the given paragraph will not be in the right order. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എന്താണ് സംഭവിക്കുക? പാരഗ്രാഫ് ഉണ്ടായിരിക്കും, പക്ഷെ അതിലെ സെൻറ്റൻസസ് കറക്റ്റ് ഓർഡറിലായിരിക്കത്തില്ല, ജംബിൾഡിലായിരിക്കും, ജംബിൾഡ് ഫോമിലായിരിക്കും. To solve these questions, the key factor which is very vital is to look out for any piece of information or clue that can help you connect the sentences together as meaningfully as possible. So, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള കീ ഫാക്ടർ അല്ലെങ്കിൽ കീ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? യു ഹാവ് ടു റീഡ് ഓൾ ദ സെൻറ്റൻസസ് ആൻഡ് ഫൈൻഡ് ഔട്ട് സം കണക്റ്റിംഗ് ലിങ്ക്സ്, സം ക്ലൂസ് അല്ലെങ്കിൽ സം ഹിൻസ്, എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണും. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സെൻറ്റൻസസിനെ പരമാവധി മീനിങ് ഫുൾ ആവുന്ന രീതിയിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആവുന്ന മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഹിൻസ് പലതരമുണ്ട്. കുറച്ച് ഹിൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സ്ട്രാറ്റജീസ് ഫോർ സോൾവിങ് പാരാജംബിൾ ക്വസ്റ്റ്യൻസ്. എന്ത് സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ നൗൺ പ്രോനൗൺ റിലേഷൻഷിപ്പ് നോക്കുക. നൗൺ പ്രോനൗൺ റിലേഷൻഷിപ്പ് ഇസ് യു മൈറ്റ് നോ ദ യൂസേജ് ഓഫ് നൗൺ ആൻഡ് പ്രോനൗൺ. ദെൻ ഫുൾ ഫോം വേഴ്സസ് ഷോർട്ട് ഫോം. ഫുൾ ഫോമിൻ്റെയും ഷോർട്ട് ഫോമിൻ്റെയും യൂസേജസ് നമ്മുടെ ആ സെൻറ്റൻസസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു ക്രൊണോളജിക്കൽ ടൈം ഫ്രെയിം അതിൽ വർക്കിംഗ് ഉണ്ടായിരിക്കാം. പിന്നെ പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ നോക്കാം ആൻഡ് ദെൻ ലിങ്കിങ് ദ സെൻറ്റൻസസ്. സോ ഇതാണ് സ്ട്രാറ്റജി. ഇതൊരു ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടു IIM ജോയിൻ ചെയ്ത് ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലാസ്സസ് കേൾക്കാവുന്നതേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാരാജംബിൾ ക്വസ്റ്റ്യൻസിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. സിമ്പിളാണ്. പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും, ജംബിൾഡ് ആയിരിക്കും, യു ഹാവ് ടു അറേഞ്ച് ഇറ്റ്. കേൾക്കുമ്പോൾ സിമ്പിളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ സിമ്പിളാണ്. പക്ഷേ ഇത് ശരിക്കും സിമ്പിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സ്ട്രാറ്റജീസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ഒരു എക്സാമ്പിൾ കണ്ടാലോ? നൗ ഇതിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഫസ്റ്റും ലാസ്റ്റും സെൻറ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ചില സമയത്ത് ഫസ്റ്റ് സെൻറ്റൻസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ചില സമയത്ത് ഒന്നും തന്നിട്ടുണ്ടാവില്ല. എല്ലാം ജംബിൾഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഫസ്റ്റും ലാസ്റ്റും സെൻറ്റൻസ് ഫിക്സഡ് ആണ്, വിച്ച് ഇസ് ആക്ച്വലി ആൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇടയ്ക്കുള്ള 4 സെൻറ്റൻസസ് മാത്രം നമ്മൾ അറേഞ്ച് ചെയ്താൽ മതിയാവും. ഓക്കെ. നൗ in a poor country like Peru, food has traditionally been robust, spicy, but lacking in sophistication. Sentence A, a decade ago, Lima had no cookery schools. Sentence B, that is starting to change.
Sentence C. Today there are 14, including a joint venture with Francis Cordon Bleu. Sentence D. Mr. Acurio, the son of a politician, is trained in Paris while pretending to study law. And the final sentence is, now cooking has become an acceptable profession for the children of the elite. So, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അല്ലേ, ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. പക്ഷെ സിമ്പിളാണ്, സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ എന്താണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, സോ ഇതിനകത്ത് വി ഹാവ് സെൻറ്റൻസ് നോക്കിയേ. ടുഡേ ദർ ആർ 14 വാട്ട്, 14 എന്താണ്, അത് നമ്മൾ ഈ 4 സെൻറ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ കുക്കറി സ്കൂൾസിനെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ എന്ന്. അപ്പോൾ AC എന്നുള്ളൊരു സീക്വൻസ് നമുക്ക് കിട്ടി. അത് നമ്മുടെ ഓപ്ഷൻസിൽ നോക്കുക. ADBC, DCBA, BACD, DBCA, BADC. ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ C, and which will be the answer BACD. നമുക്കൊന്നുകൂടെ നോക്കിയാലോ, BACD ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. In a poor country like Peru, food has traditionally been robust, spicy, but lacking in sophistication. That is starting to change. A decade ago, Lima had no cookery schools. Today, there are 14, including a joint venture with Francis Cordon Bleu. Mr. Acurio, the son of a politician, is trained in Paris while pretending to study law. Now, cooking has become an acceptable profession for the children of the elite. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങളുടെ സെൻറ്റൻസസിനകത്ത് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനുള്ള സ്ട്രാറ്റജീസ് ഒത്തിരി ഉണ്ട്. ആ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്ട്രാറ്റജീസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സോൾവ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ സ്കൂൾ ടു IIM, റൈറ്റ്. ഇനി ടോട്ടലി നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഷോർട്ട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവണം ഓരോ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട്. സോ ഈ ഓരോ ടോപ്പിക്കിൻ്റെയും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ കോൺസെപ്റ്റ്സും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന, സ്ട്രാറ്റജീസും ടിപ്സും ടൈപ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന, കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻസ് എത്രത്തോളം മുന്നേ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഇൻ PDF ഫോമാറ്റ് വിച്ച് ഇസ് ടേംഡ് ആസ് വാല്യൂ ആഡഡ് നോട്ട്സ്. പിന്നെ നിങ്ങളുടെ ഒരു സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങളെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടോപ്പിക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ആർ അപ്രോച്ച് ടു ഗൈഡ് യു. അപ്പം ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല സ്കോറോടുകൂടി നിങ്ങൾക്ക് IPMAT, JIPMAT പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഡ്രീം IIMൽ ഒരു സീറ്റ് സെക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സ്കൂൾ ടു IIM ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. സോ what are you waiting for? Join School to IIM and grab your IIM seat. Thank you, and I'll meet you in another video. See you.